വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഐബ്രോൻ്റെ മുകളിൽ എന്തൊക്കെ കുത്തമ്മിനാറാണ് പണിയാറുള്ളത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ. ഐബ്രോ ഷേപ്പിംഗ് ട്യൂട്ടോറിയലാണ്. 2 കാര്യങ്ങളാണ്. ഐബ്രോ എങ്ങനെയാണ് ഞാൻ ഹെയറൊക്കെ മീൻസ് അൺവാണ്ടഡ് ഹെയർസൊക്കെ കളഞ്ഞിട്ട് നല്ല ഷേപ്പിൽ വെക്കുന്നതെന്നുള്ളതും, അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നാച്ചുറൽ ലുക്കിൽ എങ്ങനെയാണ് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എഴുതി കൊടുക്കുന്നതെന്നുള്ളതുമാണ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവർക്കും, എല്ലാ ഗേൾസിനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഐബ്രോ ഷേപ്പിങ്ങിലേക്ക് പോവാം. ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഷേപ്പിങ്ങിലേക്ക് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ മുന്നേ ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുകളിൽ കൊടുക്കാം, കാണാത്തവർ കാണുക. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഐബ്രോ ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. കാരണം ഫേസിൽ ഭയങ്കരമായിട്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ വേർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിച്ചണിൽ നിന്നൊക്കെ വർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഓയിലും അങ്ങനെയുള്ള ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പിമ്പിളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ ഡെർമാവേവിൻ്റെ ഫേസ് ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും ഫേസ് ക്ലെൻസ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാവരും ചോദിക്കുന്നതാണ് ഏത് ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് പറയുന്നത് സെൻസിറ്റീവ് സ്കിൻ കണ്ടീഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ക്ലെൻസറാണ്. അപ്പം ഞാൻ ഇന്ന് ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ്. മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു സ്പൂലിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുള്ളത് കാരണം എനിക്ക് ഈ ഒരു പെൻസിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എല്ലാവർക്കും ചീപ്പായിട്ട് വാങ്ങാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. പല രീതിയിലും നമുക്ക് ചെയ്യാം. ഐബ്രോ പാലറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതെന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് പൊതുവെ ഐബ്രോ ഷേപ്പ് ചെയ്യാറ്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ എപ്പോഴും ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു ഷേപ്പ് എപ്പോഴും ഉണ്ടാവും. അല്ലാത്തവർക്കാണെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ വളർന്നിട്ടുള്ള ആ ഒരു ഹെയറിനെ പുറത്താക്കിയിട്ട് ഞാൻ ഷേപ്പ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബോർഡർ നമുക്ക് കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് എൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട്, അപ്പോൾ ഷേപ്പ് എവിടെയും മാറില്ല, അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഹെയർ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതെവിടെ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം ഈ ഭാഗം മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പകുതിക്കുന്ന പൊട്ടിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഉണ്ടാവും എന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഞാൻ ഇതെപ്പോഴും ചെയ്യുന്നതുകൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഹെയർ ഗ്രോത്ത് എങ്ങോട്ടേക്കാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ബ്ലേഡ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലേഡിൻ്റെ ഒരു കോർണർ എഡ്ജ് എടുക്കുക. എന്നിട്ട് ഇത് പിടിക്കേണ്ട ഒരു രീതി ഇത് ഈ രീതിയിലാണ് കേട്ടോ. ഇങ്ങനെയൊന്നും പിടിക്കരുത്. ഇങ്ങനെ പിടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു എഡ്ജ് എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ കുത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ണാണ് അടുത്തുള്ളത്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈ ഒന്നിങ്ങനെ കൂപ്പി പിടിച്ചിട്ട് ബാക്കി ബ്ലേഡിൻ്റെ ബാക്കിയുള്ള ഏരിയ നമ്മളെ കൈയിൻ്റെ ഉള്ളിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത് അടിഭാഗം നീറ്റായിട്ടുണ്ട്. ഇനി അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനൊരു ബ്രഷ് എടുക്കാം. ഇങ്ങനൊരു ബ്രഷ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനൊരു സ്പൂലി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതാണ് സ്പൂലിയായിട്ട് വരുന്നത്. ഇനി ഇത് രണ്ടും ഇല്ല എന്നാണെങ്കിൽ, ഇത് വാങ്ങിക്കാനും നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് ഈ ഒരു സാധനം എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ അല്ലേ, ടൂത്ത് ബ്രഷ്. ഇതാണ് ഫസ്റ്റത്തെ നമ്മളൊരു ടിപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഈ ടൂത്ത് ബ്രഷ് ഇങ്ങനെ ഓരോ ലൈനായിട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ആ ലൈനിൽ ഇപ്പം ഇതിങ്ങനെ എടുത്താൽ ഇതിലിപ്പം 4 ലൈനായിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ഒരു 2 ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സ്പൂലിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മളെ ഫുൾ ഹെയർ താഴോട്ടേക്കൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ മോൾ ഭാഗത്തുള്ള ഹെയർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഞാൻ ഐബ്രോ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ബോർഡർ ഇട്ടിട്ടുണ്ടല്ലോ, അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബഡ്സ് എടുത്തിട്ട് ഞാൻ കുറച്ച് മിസല്ല വാട്ടർ എൻ്റെ ഇതിലേക്ക് ആക്കിയതിന് ശേഷം എന്താ ആ എഴുതി കൊടുത്ത് ഒന്ന് മായ്ച്ച് കളയാണ്. അപ്പോൾ ഞാനൊന്ന് ഈ ഭാഗം ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നു കേട്ടോ, ജസ്റ്റ് ഒന്ന് വെള്ളത്തോണ്ടൊന്ന് തുടച്ചിട്ട് വന്നു. ഇനി ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് 2 മോയ്സ്ചറൈസറാണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്, ഇത് വൈറ്റമിൻ ഇ ഒക്കെ മെയിനായിട്ട് വരുന്ന മോയ്സ്ചറൈസറാണ്. ഒന്ന് പറയുന്നത് ഡെർമാവൈവിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഡെർമാവൈവിൻ്റെ മോയ്സ്ചറൈസറാണ്, കാരണം ഇത് ഡ്രൈ സ്കിൻ കണ്ടീഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ബ്ലേഡ് കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് ഓട്ട്മീൽ വരുന്നുണ്ട്. അപ്പോൾ സ്കിൻ ഹീലിംഗ് പ്രോസസ് ഒക്കെ വേണമെങ്കിൽ ഈ എന്താ ഷേവിങ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെർമാവൈവിൻ്റെ മോയ്സ്ചറൈസറാണ് നല്ലത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് മാത്രം എടുക്കുക, അതിനുശേഷം ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പിമ്പിൾ, ബ്ലേഡ് അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഐബ്രോ ഇപ്പോൾ ഉള്ളത്. അതിന് ഞാൻ ഈ ഒരു സ്പൂല് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ എന്താ കോമ്പ് ചെയ്യാന്ന് പറയുമെന്നറിയില്ല, ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ ലെങ്ത്തിൽ വരുന്ന ഹെയർ ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു സ്പൂല് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുകയാണ്, ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഐബ്രോയിൽ ഫസ്റ്റ് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ മുകളിലേക്കായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക, കുറച്ച് ഇപ്പോഴത്തെ വരുമ്പോൾ ഒരു സൈഡിലേക്ക് വരും, ഇത് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക്. അപ്പോൾ ഓരോ സൈഡിലുള്ള ഹെയർ ഓരോ സൈഡിലേക്കായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിങ്ങനെ കോംബ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫസ്റ്റ് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബോർഡർ, ലൈറ്റ് ആയിട്ടുള്ളൊരു ബോർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ബോർഡർ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങോട്ട് കൊടുക്കരുത്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നാച്ചുറൽ ലുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിനെ കൊടുക്കാതെ ഈ ഒരു ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമ്മൾ ഇവിടുന്ന് ബോർഡർ കൊടുക്കാൻ തുടങ്ങുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡർ. ഇതിനുള്ളിൽ വേണം നമ്മളിനി ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ബോർഡർ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ ഭാഗത്ത് ഒരു ആംഗിൾ ഡയറക്ഷനിലാണ് ഹെയർ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ വേണം നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് നിൽക്കുന്നില്ലേ, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പുറത്തേക്ക് സ്കിന്നിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട, അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം ചെയ്യുക. അതിനുശേഷം ഇനി ഞാൻ ഈ ഒരു സ്പൂലിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇതൊരു ബ്രൗൺ ഷെയ്ഡിലല്ലേ വരുന്നത്, അതൊക്കെ ശരിയാവും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്പൂല് വെച്ചിട്ട് ഇനി ഞാൻ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ബ്ലെൻഡ് ചെയ്യുമ്പോഴും എന്താണെന്ന് വെച്ചാൽ ഹെയറിൻ്റെ ഗ്രോത്ത് ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഭാഗത്തേക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ സമയത്ത് ഫുള്ളായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നോക്കുക, എവിടെയെങ്കിലും ഇങ്ങനെ ഭയങ്കര ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും അല്ലേ, അപ്പോൾ അവിടെ ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ ഒന്നുകൂടി നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് അത്ര ഒരു നീറ്റ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ മിസല്ല വാട്ടർ വെച്ചിട്ട് നമ്മുടെ മേക്കപ്പ് റിമൂവർ, മിസല്ല വാട്ടർ എന്ന് പറയുന്നത് മെയിനായിട്ട് മേക്കപ്പ് റിമൂവിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിവിടെ ഗാർണിയറിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബഡ്സ് എടുക്കുക, അതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം ഇങ്ങനെ നമ്മുടെ ബോർഡർ ഈ നമ്മുടെ ഐബ്രോൻ്റെ മുകളിലേക്ക് പോകരുത്, ഈ ബോർഡർ ഭാഗം നന്നായിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ, നല്ല നീറ്റ് ലുക്കിലേക്ക് വരുന്നത് കാണുന്നുണ്ടാവും.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഐബ്രോ വന്നിട്ടുള്ളത്. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൺസീലറാണ്. കൺസീലർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കുറച്ചും കൂടി നീറ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മേബിലിൻ്റെ ഏജ് റിവൈൻഡ് ഇറേസർ എന്ന് പറഞ്ഞിട്ടുള്ള കൺസീലർ യൂസ് ചെയ്യുന്നത്. ഇത് മീഡിയം ഷെയ്ഡാണ്, 130 മീഡിയം ഷെയ്ഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ബ്രഷാണ് ഇത് യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ട് ഇവിടെ ഞാൻ ബ്രഷിലേക്ക് എടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആ ഒരു കൺസീലറും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു നീറ്റ് ലുക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മിസെല്ല വാട്ടർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം കുറച്ച് ലൈറ്റായിട്ട് കൺസീലർ ഒന്ന് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്തിട്ട് നമ്മുടെ ഐബ്രോ നിൽക്കും. അപ്പോൾ ഈ രണ്ട് ഐബ്രോ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റ.